തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷീനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. ഇത്രയും അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് മുഖ്യമന്ത്രിനെ ആദ്യമായിട്ട് കാണാം. കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ. എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷീനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം, 77-ൽ ഇതേ ശക്തികളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ബന്ധമുണ്ടാക്കിയിരുന്നു. അന്ന് വട്ടപൂജയാണ് പാർലമെൻറ്റിലേക്ക് കിട്ടിയത്. അത് ഇത്തവണ ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ലോക്സഭ ഇലക്ഷൻ ഞങ്ങളുടെ മുദ്രാവാക്യം പിണറായി മോഡി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക. ഏതായാലും ആ അന്തർധാരയാണ് എയർപോർട്ടിലും മറ്റും കാണാൻ കഴിഞ്ഞത്. ഇത്രയും അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് മുഖ്യമന്ത്രിനെ ആദ്യമായിട്ട് കാണാം. ഞങ്ങളെ കാണുമ്പോൾ ചീറി കടിക്കാൻ വരുന്ന ആൾ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ കുരുക്കിൽ നിന്ന് ഊരിപ്പോരാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതേതായാലും നടക്കില്ല, ഞങ്ങൾ തുറന്നു കാണിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, തീർച്ചയായിട്ടും അന്വേഷണം നടത്തണം, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും. ഇപ്പോൾ പല കേസുകളും അനക്കവുമില്ല. ലാവലിനെ ഏതാണ്ട് പോയി, കരുവണ്ണൂരിനെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഇത് വിരട്ടി കാര്യം നേടുക. മറ്റ് സ്റ്റേറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ആക്ഷൻ, ഇത് വിരട്ടി കേന്ദ്രത്തിൻ്റെ ഇംഗിതം നടത്തുക. അതാണ് മറ്റ് സ്റ്റേറ്റും കേരളവുമായിട്ടുള്ള വ്യത്യാസം നോക്കുക. ഏതായാലും ദിവസേന വരുന്ന വാർത്തകളൊക്കെ വളരെ എന്താ പറയേണ്ടത്, കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോവുക. അത് ഊരാനുള്ള ശ്രമങ്ങൾ പിണറായി നടത്തുക. ഞങ്ങൾ പറയുന്നത് സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരാൻ ഈ അന്വേഷണം കൊണ്ട് മാത്രമേ കഴിയൂ. മറ്റൊന്ന്, ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാർക്കെതിരെയൊക്കെ സംസ്ഥാനത്ത് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഒരു കേസിന് ഏത് കേസ് വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങൾ ഈ കേസുകൾക്കൊന്നും എതിരല്ല. അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഏത് കേസ് വേണമെങ്കിലും എടുക്കട്ടെ, നിയമത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ നേരിടേണ്ട കേസുകൾ പാർട്ടി നേരിടും. നിയമത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ നേരിടും. അത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പകരം വയ്ക്കാനായിരിക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി ഇറങ്ങി വരും. അത് കോടതി ഞങ്ങൾ കയറ്റും. അല്ലാതെ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടോളാം. കള്ളക്കേസ് ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ കോടതി കയറ്റിയിരിക്കും, ഭാവിയിൽ ജയിലിലും കയറ്റും. മറ്റൊന്ന്, ഈ സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും KK ശൈലജ ടീച്ചർക്കെതിരെ അവർക്കെതിരെയുള്ള പരാമർശം ഇന്നലെ G സുധാകരനൊക്കെ ഏത് ടീച്ചർമാരെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് അവർ തമ്മിൽ തീർത്തോട്ടെ. അത് CPMൻ്റെ ആഭ്യന്തര കാര്യമല്ലേ, അത് അവർ തമ്മിൽ തീർത്തോട്ടെ. ഞങ്ങളതിൽ കയറി തലയിടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയകാര്യ സമിതി ഒരർത്ഥത്തിൽ ജംബോ കമ്മിറ്റിയായി മാറിക്കഴിഞ്ഞു. നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ഒരു വലിയൊരു കമ്മിറ്റി സാധിക്കുമോ? അല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ കമൻ്റ് ഇല്ല. കാരണം എന്താ അറിയോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാക്ക് തെറ്റിപ്പോവും. അതിപ്പോൾ വേണ്ട. ഒരു പൊതുശത്രുവിനെ നേരിടുമ്പോൾ ഇതിൻ്റെ അകത്തെ വിഷയങ്ങൾ പൊതു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല. അക്കാര്യത്തിൽ പറയാനെന്തെങ്കിലും മനസ്സിലുണ്ടോ? ഏതാ ഉചിതമായ വേദികൾ വരുമ്പോൾ പറയുന്നതാണോ പറയുന്നത്? അല്ല, അതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഒരു പൊതു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. മറ്റൊന്ന്, ഈ വിചാരണ സദസ്സ് വലിയ വിജയമായിട്ടില്ല എന്ന് UDF തന്നെ വിലയിരുത്തലുണ്ടായി, മുന്നണി യോഗത്തിൽ തന്നെ വിലയിരുത്തലുണ്ടായി. അല്ല, അങ്ങനെ അത് ശരിയല്ല. കാരണം എന്താ അറിയോ, അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം, നിർബന്ധിച്ചു വരുന്നവരല്ല വിചാരണ സദസ്സിലേക്ക് വരുന്നത്. അത് പാർട്ടിയോടും മുന്നണിയോടുമുള്ള ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ട് വിചാരണ സദസ്സിലേക്ക് ആളുകൾ ധാരാളം വരുന്നുണ്ട്. നേരെ മറിച്ച് നവകേരള സദസ്സ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരും നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് വരുന്ന ജീവനക്കാരും തൊഴിലുറപ്പുകാരും അംഗൻവാടിക്കാരൊക്കെയാണ് വരുന്നത്. പിന്നെ CPMൻ്റെ കുറേ സ്ഥിരം കുറ്റികളും. അങ്ങനെ ഒരു ഷോ കാണിക്കുക. ഞങ്ങൾ ഷോ അല്ല,
യഥാർത്ഥ പ്രവർത്തകർ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിചാരണ സദസ്സുകളാണ്. അത് സക്സസ് ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ ചിലയിടത്ത് ചില പോരായ്മകളുള്ളത് ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അല്ല, പക്ഷേ ഈ യാത്രയിലും ഇതുപോലെ യഥാർത്ഥ പ്രവർത്തകർ മാത്രമാണെങ്കിൽ അത് യാത്ര പരാജയപ്പെടും. യാത്ര പരാജയപ്പെടുമൊന്നുമില്ല. യാത്രയ്ക്ക് നല്ല, ഏതായാലും ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, ഇലക്ഷനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഓണാക്കുമ്പോൾ മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ചിലത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിപ്പോൾ ഒരു അത്രയോ സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിലയിരുത്തുമ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും. എല്ലാം ശരിയെന്നൊന്നും പറയില്ല. പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും. അല്ല, ഭാരത് ജോഡോ യാത്ര ആയിരിക്കും സക്സസ് ആണല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇലക്ഷന് വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുമല്ലോ, അതിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ഏകോപനം ഉണ്ടാവും. കാരണം വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരൊക്കെ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ ഒന്നാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാൾ കുറേ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. രാഷ്ട്രീയ സമിതി ഒന്നുകൂടി ചുരുക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല.